ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഗരം മസാല എങ്ങനെ വളരെ ഈസി ആയിട്ട് പൊടിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഗരം മസാല ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/2 കപ്പ് പെരിഞ്ചീരകം എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ കറുവാപ്പട്ട 1/4 കപ്പ്, ഗ്രാമ്പു 1/4 കപ്പ്, ഏലക്കായ 1/4 കപ്പ്. പിന്നെ ഇത് നമ്മുടെ സ്റ്റാർ അനീസ് എന്ന് പറയുന്നത് അതൊരു 5-6 എണ്ണം നമുക്കെടുക്കാം. അതുപോലെ തന്നെ വറ്റൽമുളക് ഒരു 4 എണ്ണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിക്കയായിട്ടത് വളരെ ചെറിയൊരു പീസാണ് എടുത്തേക്കുന്നത്. കൂടുതലാവരുത്, കൂടുതലായി കഴിഞ്ഞാൽ ജാതിക്കയുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ അതിലേക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഒരു ചെറിയൊരു പീസ് എടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ബേ ലീഫ് എടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാൻ വെച്ച് നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കിനി ഇതെല്ലാം പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടിയും ഒന്ന് ചേർത്ത് കൊടുത്ത് തീ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഒട്ട് കരിഞ്ഞു പോകാതെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു മണം വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യണം. അതിനുശേഷം നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതേസമയം മൂക്കുന്നത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് പൊടിച്ച് കഴിയുമ്പോഴായാലും നമുക്ക് അതിൽ ഒരു ഭയങ്കര മണത്തിനും കളറിനൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് ആ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. നമ്മളിനി ഇത് ചൂടാറിയതിന് ശേഷം കേട്ടോ നമ്മളിനി അത് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മിക്സി പെട്ടെന്ന് കേടായി പോകും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആ ഗരം മസാലയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ഫൈനായിട്ട് നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയാട്ടോ പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. 1-2 കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴും എടുക്കുന്നത് ഒരു കണ്ടെയ്നറിലും ബാക്കിയുള്ളത് നമുക്ക് വേറൊരു കണ്ടെയ്നറിലായിട്ട് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തോളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്